ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക്, ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് തിരക്കായിരുന്നു, നാട്ടിൽ പോയി തിരിച്ചു വന്നു, കുറേ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ വീഡിയോകളൊന്നും ചെയ്യാൻ ഡെയിലി പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ സ്പെഷ്യലായിട്ട് വീഡിയോകൾ ചെയ്യണമെന്ന് മനസ്സിൽ ഒത്തിരി സാധനങ്ങളുണ്ട്, പക്ഷേങ്കിൽ സമയം കിട്ടണ്ടേ, എല്ലാം കൊടുത്തു പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നതാണ് ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ എന്താ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ ബോധവാന്മാരാക്കണം എന്ന് കുറേ ദിവസമായിട്ട് എനിക്ക് ആഗ്രഹിക്കുന്നു. അപ്പം ഈ നാളെ അവധിയാണല്ലോ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇന്ന് രാത്രി ചെയ്തിട്ട് അത് നാളെ പബ്ലിഷ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു വീഡിയോയ്ക്ക് മുതിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ന്യായത്തിൻ്റെ പ്രസക്തി, ഇതാണ് നമ്മുടെ വിഷയം. അപ്പം ഇത് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് കേൾക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ നാളായിട്ട് നിന്ന് ട്രേഡ് ചെയ്യുന്നവരോ ഇത് കാണണമെന്നോ കേൾക്കണമെന്നോ ഇല്ല. ഞാൻ ഇത് പബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കുന്നത് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അതായത് പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റിൽ കടന്നു വന്ന് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ഇത് മനസ്സിരുത്തി കണ്ടേച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതേ സംഭവം തന്നെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പാലിക്കേണ്ട മര്യാദകൾ, ഓക്കെ, എന്തൊക്കെ മര്യാദകൾ നമ്മളിതിൽ പാലിക്കണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടേക്കണം. ഞാൻ ഇവിടെ ഐ ബട്ടണിനകത്തിൽ കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് കണ്ടതിന് ശേഷം അതും കൂടെ ഒന്ന് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ രക്ഷപ്പെടാൻ പറ്റും. ഏതായാലും ഇത്രയും നാൾ നിങ്ങൾ പല പരിപാടികളും പരീക്ഷിച്ചില്ലേ. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ പല സംഭവങ്ങളും നിങ്ങൾ പരീക്ഷിച്ചു ഇല്ലേ, എന്നിട്ടൊന്നും നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ ഈ രണ്ട് വീഡിയോ, ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. അതിനുശേഷം ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത്. കാരണം ഞാനീ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അനുഭവത്തെ വെല്ലാൻ വേറെ ഒരു സംഗതിക്കും കഴിയത്തില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുരുവാണ് അല്ലേ. നമ്മൾ അനുഭവത്തിൽ കൂടി പഠിക്കുന്നതും പുസ്തകം വായിച്ച് പഠിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കോളേജിലും ഈ ITIയിലും ഒക്കെ പ്രാക്ടിക്കൽ ക്ലാസ് വെച്ചേക്കുന്നത്. കാരണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തണം. അപ്പോൾ അതിന് തിയറി മാത്രം പോരാ, പ്രാക്ടിക്കൽ അത്യാവശ്യമാണ്. കാരണം പടത്തിലെ പശു പുല്ല് ഒരിക്കലും തിന്നുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഒരു 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 പൂർണ്ണമായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട്, ഒരു ഫൈൻ പ്രോഡക്റ്റായിട്ട് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനത് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി നിങ്ങൾ അനുസരിച്ച് നിങ്ങളിത് ചെയ്യാൻ ശ്രമിച്ചാൽ, നിങ്ങൾ ഒരാഴ്ച ഒന്ന് ശ്രമിച്ച് നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരാഴ്ച ഒന്ന് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഇത് എന്താണ് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ ഈ ചെയ്യുമ്പോഴുള്ള എന്താണ് ഗുണമെന്നും നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പാരിസൺ നടത്തിയിട്ട് നിങ്ങൾക്കിത് നല്ലതെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പിന്തുടരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചാർട്ടിനകത്തേക്ക് കൂടെ കാരണം എൻ്റെ എല്ലാം ചാർട്ടാണ്. ഞാൻ എന്ത് സംസാരിച്ചാലും എൻ്റെ ബേസ് ചാർട്ടാണ്. കാരണം ഞാനിതുപോലെ പല സ്ട്രാറ്റജികളും പരീക്ഷിച്ചതാണ്. പല ക്ലാസ്സിന് പോയി, പല പെയ്ഡ് കോഴ്സിന് പോയി, പല പെയ്ഡ് കോളുകൾ എടുത്ത് കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ ഒന്നും വിജയിച്ചില്ല. ആറ്റിൽ പൈസ വെറുതെ ചോർന്നു പോകുന്നുള്ളതല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ സ്വയം പഠിച്ച് ചാർട്ടിൻ്റെ മുന്നിൽ കുത്തിയിരുന്ന് ലൈവ് മാർക്കറ്റിലിരുന്ന് മാർക്കറ്റിൻ്റെ ഗതിവിഗതികളെ ശരിക്കും നോക്കി കണ്ട് ചാർട്ടിനകത്ത് നമ്മൾ വരച്ച് ആ വര നമ്മുടെ വഴിക്ക് വരുന്നുണ്ടോ, അത് അതിൻ്റെ വഴിക്കാണോ പോകുന്നത്, അതിൻ്റെ വഴിക്ക് പോകുന്നത് എന്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ കണ്ട് അങ്ങനെ നിരന്തരമായി വരച്ചും കണ്ടും ശീലിച്ചുമാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ അത് ഞാൻ എന്താണോ പഠിച്ചത് അത് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നു. അത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ വിജയം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പം ഈ ന്യായം എന്നുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ചാർട്ടിനകത്തോട്ട് വരാം. ചാർട്ടിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. അപ്പം ചാർട്ടിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഒരു സംഗതി കാണിക്കാം. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എഴുതിയിട്ടേക്കുന്ന ഒരു 10 നിയമങ്ങളാണിത്. ഒരു ഓപ്ഷൻ ട്രേഡർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട മര്യാദകൾ ഷോർട്ട് ഫോമിൽ ഞാൻ വരുന്നവർക്ക്, അത് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് നമ്മൾ ഒരു ഓപ്ഷൻ ട്രേഡിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ 10 കാര്യങ്ങൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ഞാനത് വായിക്കാം. എടുക്കുന്ന ട്രേഡിനെ പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡ് അത് എങ്ങോട്ട് പോകുന്നു, അല്ലെ റോങ് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എവിടെ ഇറങ്ങണം, എവിടെ കയറണം എന്നുള്ളൊരു ധാരണ, ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ട്രേഡിന് ഇറങ്ങുമ്പോൾ എൻ്റെ ലാഭം ഇത്രയാണ്, എൻ്റെ നഷ്ടം ഇത്രയാണ്. ഇവിടെയാണ് നമ്മുടെ ന്യായത്തിൻ്റെ സംഗതി കിടക്കുന്നത്. എൻ്റെ ലാഭം എത്രയാണ്, എൻ്റെ നഷ്ടം എത്രയാണ്, ഞാൻ എത്ര വരെ സഹിക്കും, ഓക്കെ, എനിക്ക് ലാഭം എത്ര വരെ വേണം, എൻ്റെ ക്യാപിറ്റലിൽ ഇത്ര ശതമാനം, ഇത്ര വരെ എനിക്ക് ലാഭം വേണം എന്ന് തീരുമാനിച്ചിട്ട് മാത്രമേ ഒരു ട്രേഡിന് ഇറങ്ങാവൂ. ഇത് നിങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് വിരോധാഭാസമായിട്ട് തോന്നും. പക്ഷെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തായാലും വിജയിക്കണമല്ലോ. ഇപ്പം നിങ്ങളുടെ ഈ എന്നെ കേൾക്കുന്ന ഈ 99% ആൾക്കാരുടെയും കാശ് പോയവരാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നത്. അത് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ. അപ്പം നിങ്ങൾക്ക് വിജയിക്കണ്ടേ? വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കുറുക്കു വഴിയില്ല. വല്ലപ്പോഴും ചക്ക വീണ് മുയൽ ചാവുന്നു എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് നമ്മളൊരു ട്രേഡ് എടുത്ത് വിജയിച്ച് ജയിക്കുന്ന സംഗതികൾ വളരെ 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 ചുരുക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ സ്വായത്തമാക്കണം. ഓക്കെ. അപ്പോൾ എൻ്റെ ലാഭം, എൻ്റെ നഷ്ടം എവിടെ വരെയെന്ന് ആദ്യമേ തീരുമാനിക്കണം. അടുത്ത്, ഒരു ട്രേഡിന് ഇറങ്ങി അത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച രീതിക്കെതിരെ പോയി, അപ്പോൾ അങ്ങനെ നമുക്ക് നഷ്ടം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ച് തല ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ്, എൻ്റെ ലാഭവും എൻ്റെ നഷ്ടവും എവിടെ വരെയാണെന്ന് നിങ്ങൾ ആദ്യമേ തീരുമാനിക്കണം. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മൂന്നാമത്തെ സംഗതിക്ക് വാലിഡിറ്റി ഇല്ല. കാരണം അതിനെപ്പറ്റി പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വെച്ച സംഗതിയാണ്. പിന്നെ അടുത്താമത്തെ കാര്യം, ട്രേഡിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ട്രേഡ് എടുക്കരുത്. നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിൽ തിരക്കാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ട്രേഡ് എടുക്കാൻ വേണ്ടി ട്രേഡ് എടുക്കരുത്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ട്രേഡ് എടുക്കാൻ വേണ്ടി ട്രേഡ് എടുക്കരുത്. നിങ്ങൾക്ക് ട്രേഡിൽ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങളൊരു ട്രേഡ് എടുക്കാവൂ. പിന്നെ കഴിവതും നിങ്ങൾ ട്രേഡ് എടുക്കുമ്പം പറ്റുന്നെങ്കിൽ കഴിവതും നിങ്ങൾ ചാർട്ടിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ചാർട്ടിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടസാധ്യത ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ അന്ധമായിട്ട് ഒരാളെ വിശ്വസിച്ച് ഒരു കോൾ എടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. മനസ്സിലായോ? കാരണം ആ ആളുടെ ഐഡിയ വെച്ചായിരിക്കും ആ ട്രേഡ് നമ്മൾ എടുക്കുന്നത്. ആ ആളുടെ ഐഡിയയെ നമ്മുടെ ഐഡിയ നമ്മൾ ചിലപ്പോൾ ഒത്തുപോകത്തില്ലെന്നുണ്ടെങ്കിൽ സംഗതി ഈ വശപശകാവും, നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ചാർട്ടിനകത്ത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അടുത്ത്, പിന്നൊരു കാര്യം, നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ഒരു ട്രേഡ് എടുത്തു, പിന്നെ അത് ഞാൻ നോക്കിയില്ല, അല്ലെ കണ്ടില്ല, ബിസി ആയിപ്പോയി, അതിൻ്റെ ഇടയിൽ വേറെ ബിസിനസ്സിന് പോകാൻ പാടില്ല. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അല്ലാതെ അതിൻ്റെ ഇടയിൽ വേറെ ബിസിനസ് ചെയ്യാൻ ഒരിക്കലും പോകരുത്. അത് നിങ്ങളെ നഷ്ടത്തിൽ കൊണ്ടെത്തിക്കും. അടുത്തത്, ലാഭം കിട്ടുമ്പോൾ അമിത സന്തോഷവും നഷ്ടം സംഭവിക്കുമ്പോൾ അമിത നിരാശ നമ്മളെ ഭരിക്കാൻ പാടില്ല. അതായത് നമുക്ക് ഒരു അമിത ലാഭം കിട്ടി, അപ്പോൾ ഇനി എന്ന് ഈ ലാഭം തന്നെ കിട്ടും എന്നുള്ളൊരു ഒരു ആവശ്യമില്ലാത്തൊരു ചിന്ത, ഓക്കെ, അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹ മനോഭാവം നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നഷ്ടം വന്നാലും അമിത നിരാശ, ഈ നഷ്ടം വന്നാൽ അമിത നിരാശ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് ട്രേഡ് സെറ്റപ്പ് ഇല്ലാത്തപ്പോഴാണ്. മനസ്സിലായോ? നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് നഷ്ടം വരുമ്പോൾ അമിത നിരാശ ഉണ്ടാകുന്നത്. ട്രേഡ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ നഷ്ടം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുകയാണ് നമ്മുടെ നഷ്ടം ഇത്ര വരെ ഉള്ളൂ. അപ്പോൾ ആ നഷ്ടം വന്നാൽ നമ്മൾ തീരുമാനിച്ച നഷ്ടമാണ് അത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? നിരാശ വരുന്നത്. ഓക്കെ. അടുത്ത ഈ 8ാമത്തെ നിങ്ങൾക്കുള്ള സംഭവം അല്ലത് പോട്ടെ. 9ാമത്തെ കാര്യം, അവസരങ്ങൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ
നമ്മൾ ആ സമയത്ത് മാർക്കറ്റിൽ നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മുഖ്യം. അപ്പം നമ്മളുണ്ടെങ്കിൽ കാണണം, മാർക്കറ്റിൽ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു അവസരം നഷ്ടപ്പെട്ടു പോയി, നാളെ വീണ്ടും ഒരു അവസരമുണ്ട്, മറ്റന്നാൾ വീണ്ടും ഒരു അവസരം കിട്ടും, അന്ന് മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ മാർക്കറ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ പറഞ്ഞേ? അപ്പം അതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കണം. നമ്മൾ ആദ്യമേ ട്രേഡ് ഇറങ്ങുന്നതിന് മുമ്പേ കാര്യങ്ങളെ വിശകലനം ചെയ്ത് അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, റോങ് പോയാൽ എവിടെ ഇറങ്ങണം എന്നുള്ള ഒരു ചിന്ത, ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രേഡിന് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിൻ്റെ എൻ്റെ ഒരു പോളിസിയാണ് 15-25% ലാഭം കിട്ടിയാൽ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റൽ ഇപ്പോൾ 10,000 രൂപയാണ് നിങ്ങൾ ആ ട്രേഡിന് ഉപയോഗിക്കുന്നതെങ്കിൽ, മാർക്കറ്റിൽ നിങ്ങൾ ഇറക്കിയതെങ്കിൽ, ആ ട്രേഡിന് വേണ്ടി നിങ്ങൾ മേടിക്കാൻ വേണ്ടി കൊടുത്ത പൈസ 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപ മുതൽ 2,500 രൂപ വരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പരിപാടി നിർത്തണം. കാരണം ഒരു ദിവസം 15% കിട്ടുന്നത് നിങ്ങൾ മിനിമം 10,000 രൂപ ഇറക്കുമ്പോൾ 1,500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പരിപാടി നിർത്തണം. നിങ്ങൾ ഈ 10,000 രൂപ ഒരു വർഷം ബാങ്കിലിട്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1,500 രൂപ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ ഒരു വർഷം 10,000 രൂപ ബാങ്കിലിട്ടെങ്കിൽ നിങ്ങൾക്ക് 1,500 രൂപ കിട്ടത്തുള്ളൂ. അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒരു ദിവസമാണ് 1,500 രൂപ കിട്ടുന്നത്. അപ്പോൾ അത് എത്രയോ ഇരട്ടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് അത്യാഗ്രഹമില്ലാതെ കൃത്യമായിട്ട് 15% കിട്ടിക്കഴിഞ്ഞാൽ, 10-15% അല്ലെങ്കിൽ 20% കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി അവസാനിപ്പിക്കുക. കിൽ സ്വിച്ച് ആണെങ്കിൽ കിൽ സ്വിച്ച് ഞെക്കി വേറെ പരിപാടിക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗ്രൂപ്പിൽ എഴുതിയിട്ടേക്കുന്ന നിയമങ്ങൾ. ഇതൊക്കെ പാലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും. ഇനി ഞാൻ ചാർട്ടിനകത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ചാർട്ടിനകത്ത് നോക്കുക. ഇതിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, ഇതിപ്പം നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇതിനകത്ത് നോക്കിയേ. ഇതിനകത്തിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇന്നിപ്പം നമ്മുടെ യൂട്യൂബിലെ ഗ്രൂപ്പിലുള്ളവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും. എങ്കിലും ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഒരു ട്രേഡ് എടുത്തു ഇല്ലേ? ഇപ്പോൾ ഇന്നത്തെ ട്രേഡായത് ഇത് 14-ാം തീയതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പണിംഗ് ഇവിടെയാണ്. നേരെ താഴെ വന്നു, സപ്പോർട്ട് എടുത്തു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു, മാർക്കറ്റ് ഇവിടെ നേരെ മുകളിലോട്ട് പോയി, നമ്മൾ വരച്ച ലൈനിൽ തട്ടി നേരെ റിവേഴ്സ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരുമാനിക്കണം നമുക്ക് എത്ര പോയിന്റുകൾ നമ്മൾ ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള പോയിന്റുകൾ എവിടേക്കാണ് അത് നമ്മൾ മാർക്ക് ചെയ്തിടണം. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പോയിന്റ് ഇല്ലേ? ഇപ്പോൾ ഞാൻ വരച്ച് കാണിക്കാം. ഇതൊരു പോയിന്റ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. ഒരു ഇറങ്ങാനുള്ള ഒരു എക്സിറ്റ് പോയിന്റ് ഇത്. നമുക്ക് ഇവിടെ ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടം വരെ എന്തായാലും 25 പോയിന്റെങ്കിലും എന്തായാലും കിട്ടും. ഈ ഒരു മൂവ്മെൻറ്റ് 25-30 പോയിന്റ് എന്തായാലും കിട്ടും നമുക്ക്. അതായത് 23,639 മുതൽ 530, ഏകദേശം 80 പോയിന്റ് പ്രീമിയം ഉണ്ട്. 80 പോയിന്റ് ഉണ്ട് ഇവിടം വരെയുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ 80 പോയിന്റിന് ATM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.5 ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ 40 പോയിന്റ്, ഒരു 35 പോയിന്റ് നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഇവിടം വരെ നമുക്ക് കിട്ടും. ശരിയല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ പോയിന്റ് വരുമ്പോൾ തന്നെ ഇറങ്ങണം. പിന്നെ വേറെ ഒന്നും നോക്കിക്കേണ്ട കാര്യമില്ല. വേറെ യാതൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ സെറ്റപ്പ് ഇതാണ്. നമുക്ക് ഇവിടെ വരെ വരുമ്പോൾ നമുക്ക് കാരണം ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ഇല്ലേ? ഇവിടെ റിജക്ഷൻ പോയിന്റ് അല്ലെ സപ്പോർട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൈൻ വരച്ചു, മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. വേറെ യാതൊന്നും ചിന്തിക്കില്ല. അവിടെ നിങ്ങൾ ഇറങ്ങി 35 പോയിന്റ് മേടിച്ച് നിങ്ങൾ സംഗതി വെളിയിലിറങ്ങി. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും കാത്തിരിക്കുന്നു. ഓക്കെ, മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് താഴോട്ട് പോയി നേരെ തിരിച്ച് ഇവിടെ നമ്മുടെ അടുത്ത ലൈനിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് കയറുവാണെന്ന് നമുക്ക് തോന്നി കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് താഴെ ഈ റെഡ് ക്യാൻഡലിന് താഴെ SL ഇടും. ഇതിനും ഒരു 5-10 പോയിന്റ് താഴെ SL ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ ഒരു ട്രേഡിന് കയറിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ലൈൻ തന്നെ നമുക്ക് കിട്ടും. നമ്മളിവിടെ വരച്ച ലൈനാണ് കണ്ടോ? നമ്മളൊന്നും വിചാരിച്ചില്ല. നമ്മൾ ആകെയും പോകുകയും ഈ ഒരൊറ്റ ലൈന് വേണ്ടി മാത്രമേ വരച്ചുള്ളൂ. പക്ഷേ ഈ നോക്കിക്കേ, ആ ലൈൻ എവിടെയൊക്കെ സപ്പോർട്ട് എടുത്തു. ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ തന്നെ ഈ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ വരച്ചിട്ട് അപ്പോൾ നോക്കിക്കേ, ആ വര എവിടെയൊക്കെ റെസ്പെക്ട് ചെയ്തു. ഇവിടെ റെസ്പെക്ട് ചെയ്തു.
ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ എല്ലാം ഈ 3 പോയിന്റ് റെസ്പെക്ട് ചെയ്തു ഇല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഒരു ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടാണ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഇവിടം വരെ ഇറങ്ങാൻ പറ്റും. കാരണം ഇവിടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കപ്പോൾ ഈ പോയിന്റ് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു 15 പോയിന്റ്, എന്തായാലും 15-20 പോയിന്റ് നമുക്ക് ഇവിടുന്ന് ഇവിടെ എന്തായാലും കിട്ടും. എത്ര പോയിന്റ് ഉണ്ട് ഇവിടുന്ന് ഇവിടം വരെ? 500, 559, 55, 60 പോയിന്റ് ഉണ്ട്. അപ്പോൾ 30 പോയിന്റ് ATM ആണെന്നുണ്ടെങ്കിൽ 30 പോയിന്റ് കിട്ടും. പോട്ടെ, ഒരു 20 പോയിന്റ് കിട്ടുമല്ലോ. അപ്പോൾ സെക്കൻഡ് എൻട്രി ആയി. അപ്പോൾ നമുക്കിവിടെ 35 പോയിന്റ് കിട്ടി, ഇവിടെ 20 പോയിന്റ് കിട്ടി. അപ്പോൾ 55 പോയിന്റ് നമുക്ക് കിട്ടി. ശരിയല്ലേ പറഞ്ഞ്? 55 പോയിന്റ് കിട്ടി. നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോകാന്നുള്ളതാണ്. കഴിവത് നിങ്ങൾ ഈ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ, ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ കഴിവത് 2 ട്രേഡിനകത്ത് നിർത്താൻ നോക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ 3 ട്രേഡാണ് മൊത്തം 3 ട്രേഡിൽ ഫസ്റ്റ് ട്രേഡ് എടുത്തു, നിങ്ങൾ ലാഭത്തിൽ ഇറങ്ങി. സെക്കൻഡ് ട്രേഡ് എടുത്ത് നിങ്ങൾ ലാഭത്തിൽ ഇറങ്ങിയെങ്കിൽ പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. 2 നിങ്ങൾക്ക് ലാഭം കിട്ടി, പിന്നെ ആക്രാന്തത്തിന് പോയി നിങ്ങളുടെ കയ്യിലിരിക്കുന്നതും പോക്കറ്റ് കിടക്കുന്നതോടെ നിങ്ങൾ കൊടുത്തിട്ട് വേണം നിങ്ങൾ വരാൻ. നിങ്ങൾക്കെല്ലാം സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് രാവിലത്തെ 2 ട്രേഡ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ 10 മണിയാകുമ്പോൾ 11 മണിയാകുമ്പോൾ നിങ്ങളുടെ പരിപാടി അവസാനിച്ച് നിങ്ങൾ വേറെ പരിപാടിക്ക് പോകാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളെന്താ ചെയ്യുന്നത്? ഇത് കൈ പിടിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. എനിക്കിത് മൊത്തം കിട്ടണം എന്ന് പറഞ്ഞ് ലൈനിലൂടെ കിടപ്പുണ്ട്, ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടം വരാൻ പറഞ്ഞ് നമ്മൾ രാവിലെക്കോളം എന്ത് ചെയ്യും, ഇത് കൈ പിടിച്ചുകൊണ്ടിരിക്കും. മാർക്കറ്റ് നമ്മുടെ വഴിക്ക് തന്നെ വന്നാൽ തന്നെ ഇത് അവസാനം വരുമ്പോൾ ഇതിന് പ്രീമിയം ഒന്നും കാണത്തില്ല. ഉരുകി തീരും. പ്രത്യേകിച്ച് എക്സ്പയറിയുടെ തലേ ദിവസമോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിചാരിക്കുന്ന പോലെ പ്രീമിയം നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തില്ല, അത് ഉരുകി തീരത്തേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി എടുത്തു, എക്സിറ്റ് പോയിന്റ് എക്സിറ്റ് ചെയ്തു, അടുത്ത എൻട്രിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നു, ആ സെറ്റപ്പ് നോക്കി അല്ലെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി നമ്മൾ കയറി എക്സിറ്റ് പോയിന്റിൽ നമ്മൾ ഇറങ്ങുക. അങ്ങനെ രണ്ടെണ്ണം നമ്മുടെ വഴിക്ക് നമുക്ക് 2 ട്രേഡ് കിട്ടിയാൽ ഒരു കാരണവശാലും പിന്നെ ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളിത് കറക്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരാഴ്ച. എന്തായാലും ഞാനീ പറയുന്നത് ശരിയാണ് തെറ്റാണെന്നുള്ളത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇനി ആദ്യത്തെ ട്രേഡ് വിജയിച്ചു, രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ മൂന്നാമത് ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യും. അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ആ പരിപാടി കൊണ്ട് നിർത്തിയേക്കണം. പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനൊരു ശീലം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങളൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഒരു സെക്കൻഡ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ഈ ദുരാഗ്രഹത്തിന്, ഈ ന്യായത്തിന് പോയാലുള്ളൊരു ഗുണവും ഞാൻ കാണിച്ചു തരാം. ഗുണം എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ മോളിൽ നിന്ന് വീഴുന്നൊരു മാർക്കറ്റ്. ഓക്കെ, മോളിൽ നിന്ന് വീണ് വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, ഇവിടെ വന്ന് കറക്റ്റ് നമ്മൾ പറഞ്ഞ ലൈനിൽ വന്ന് നമ്മൾ സംഭവം സപ്പോർട്ട് എടുത്തു ഇല്ലേ. സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ റീടെസ്റ്റിങ് ചെയ്തു. അപ്പം ഇവിടെ റീടെസ്റ്റ് ചെയ്തപ്പോൾ എന്തുവായി, കൺഫർമേഷനായി. മാർക്കറ്റ് എന്ത് ചെയ്യും, ബുള്ളിഷാണ്, മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകുമെന്നുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടി. കാരണം ഇവിടെ റീടെസ്റ്റ് ആണ് ഇല്ലേ, അല്ലെങ്കിൽ ഇവിടെ W പാറ്റേൺ ഫോമായി എന്തുവാണ് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ട്രേഡ് എടുക്കും, ഒരു ട്രേഡ് എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇതിൻ്റെ താഴെ 5-10 പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്നു. മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇവിടെ നിങ്ങൾ ന്യായത്തിൻ്റെ പക്ഷത്താണെങ്കിൽ, ന്യായമായി കിട്ടിയാൽ നിങ്ങൾ സംതൃപ്തരാണ് എന്നുള്ള മനോഭാവക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1, 2, 3 ക്യാൻഡലിൽ നിങ്ങൾ ഇറങ്ങും ഇല്ലേ. ഒരു 15 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ 15 പോയിൻ്റൊക്കെ ഇവിടെ നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 15 പോയിന്റ് ഇവിടെ ഇതിൻ്റെ ഈ 3ാമത്തെ ക്യാൻഡലിൽ പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് 15 പോയിന്റ് കിട്ടും, 15-20 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ഇല്ലേ. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്തു. കാരണം എൻ്റെ ന്യായത്തിൻ്റെ പക്ഷം, എൻ്റെ ന്യായം ഇതാണ്, എനിക്ക് 15 പോയിന്റ് കിട്ടി, ഞാൻ ഇറങ്ങി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പിന്നെയും മേലോട്ട് പോയി, അവിടെ നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഓക്കെ, ഇപ്പം നിങ്ങളിവിടെ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്തൊരാശ്വാസം, ഈ ദൈവമേ 15 പോയിന്റ് കിട്ടി, ഞാൻ ഇവിടുന്ന് ഇറങ്ങി, ഇല്ലായിരുന്നു ഇപ്പോൾ അടപടല പോയി, സ്റ്റോപ്പ് ലോസ് അടിച്ചു, അത് സ്റ്റോപ്പ് ലോസ് കൊടുത്തില്ലായിരുന്നു, എൻ്റെ പോക്കറ്റിൽ കിടന്ന കാശൂടെ ഇപ്പോൾ പോയതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആശ്വാസത്തോടെ മാറിയിരിക്കുക. ഒരു പക്ഷേ ആഴ്ചയിൽ 5 ദിവസത്തിൽ ഒരു ദിവസം ചിലപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ നേരെ മേലോട്ട് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടബോധം വരും. അയ്യോ ഞാൻ ഇവിടെ ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു, ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ മേലോട്ട് കയറിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിരിക്കുമായിരിക്കും, അല്ലെ സങ്കടപ്പെടുമായിരിക്കും. പക്ഷെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ സംഭവിക്കത്തില്ല. ബാക്കി 4 ദിവസമുണ്ട്.
4 ദിവസത്തിൽ ഈ ഒരു ദിവസം ചിലപ്പോൾ മേലോട്ട് പോയിരിക്കും, ബാക്കി 4 ദിവസം നിങ്ങൾ സംഭവം ഇതുപോലെ തന്നെ ചിലപ്പം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി മേലോട്ട് പോയി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ 4 ദിവസം, ഈ 5 ദിവസത്തിൽ 3 ദിവസവും നിങ്ങൾ 15 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി 2 ദിവസം നിങ്ങൾക്ക് SL അടിച്ചെന്ന് വിചാരിച്ചു, അല്ലെ ഒരു ദിവസം ട്രേഡ് കിട്ടിയില്ല, അല്ലെ ഒരു ദിവസം SL അടിച്ചു, അല്ലെ 2 ദിവസം SL അടിച്ചെന്ന് വിചാരിച്ചു, 10 പോയിൻറ്റ് 15 പോയിൻറ്റ്, എന്നാലും നിങ്ങൾക്ക് ഒരു ദിവസം ട്രേഡ് ലാഭം ആഴ്ചയിൽ. നിലവിൽ നിങ്ങൾക്ക് ഒരു ലാഭം ഇല്ലല്ലോ, കിട്ടുന്ന മുഴുവൻ പോവല്ലേ, അല്ലേ? അങ്ങനെ നമ്മൾ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ന്യായമായത് കിട്ടിയാൽ ഇറങ്ങുക എന്നുള്ളൊരു ശീലം നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. നിങ്ങളത് പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങൾ ഈ അടുത്ത ഒരാഴ്ച നിങ്ങൾ ഈ ന്യായത്തിൻ്റെ പരിപാടി ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയമാണോ അല്ലയോ നിങ്ങൾ പറ. അപ്പം നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്ന കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അയ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈഡ് ചെയ്യുന്ന എങ്ങനെ, ഈ എന്നും കുന്നിങ്ങനെ ഇടുന്നാൽ മതി. റൈഡ് ചെയ്യാൻ അവസരമുണ്ട്, ഇരിക്കുമ്പോഴേ കാല് നീട്ടാൻ പാടില്ലല്ലോ. ഒരു കൊച്ച് ജനിച്ചു വീണാൽ ഉടനെ ഓടി നടക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് പിച്ച നടന്ന് ഉരുണ്ട് വീണ് തല പൊട്ടി, അല്ലെ മുട്ടയിലെ തൊലി പോയി, അല്ലെ പല്ലൊന്ന് പോയി, ഒക്കെ പഠിച്ചാണ് കൊച്ചു നടക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അല്ലാതെ വീഴുമ്പോഴേ എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്യുന്നത്, അല്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്, റൈഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ആദ്യം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ 15 പോയിൻറ്റിൻ്റെ പരിപാടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 10 പോയിൻറ്റ് എൻ്റെ ഗ്രൂപ്പിലുള്ള എത്ര പേര് അവർ 10, ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, 10 പോയിൻറ്റ് കിട്ടി നിങ്ങൾ ഇറങ്ങി, അവർ ഹാപ്പിയാണ്, അവർ വളരെ ഹാപ്പിയാണ്. ഒരു ലോട്ട് എടുത്തിട്ട് അവർ 10 പോയിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, സാറേ ഞങ്ങൾക്ക് 10 പോയിൻറ്റ് കിട്ടി, മതി, ധാരാളം. അവർ ഹാപ്പിയാണ്. അവർക്ക് അങ്ങനെ ഒരു ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ കൂടുതൽ റൈഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമേ ഇല്ല. നിങ്ങൾക്ക് റൈഡ് ചെയ്യാനുള്ള അവസരം വരും. എങ്ങനെയാണ്? ഈ സ്റ്റെപ്പ് നിങ്ങളൊരു 3 മാസം നിങ്ങൾ പ്രാക്ടീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാനിവിടെ പറഞ്ഞത്, ഇവിടെ നോക്കിക്കോ നിങ്ങൾ. ഇവിടെ ഞാൻ ഇന്ന് രാവിലത്തെ പറഞ്ഞ ട്രേഡായത് ഇല്ലേ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ റിജക്ഷൻ വന്നു, ഇവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഇവിടെ റിജക്ഷൻ വന്നു, ഇല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഫുൾ റിജക്ഷൻ വന്നു, സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ വന്നു, തേർഡ് ക്യാൻഡിൽ റിജക്ഷൻ വന്നു. അപ്പം ഇവിടെ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താ, ഇവിടെ ഒരു ബൈയിങ് ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി നമ്മളിവിടെ ഇതിനൊരു SL ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ട്രേഡ് എടുക്കും. ഇവിടെ ഗ്രീൻ ഫോം ആയപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ട്രേഡ് എടുത്തു. സുന്ദരമായിട്ട് നമുക്ക് ഇത്രയും പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ്, പക്ഷേ നമ്മുടെ ന്യായം ഇവിടെയാണ്, ഇല്ലേ? ഈ 20 പോയിൻ്റൊക്കെ 25 പോയിൻ്റ്, ഞാൻ 30 പോയിൻ്റ് എടുത്തു. ഇവിടെ 30 പോയിൻ്റ് എനിക്ക് കിട്ടി ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ 15 പോയിൻ്റ് വെരി ഈസി ആയിട്ട്, 20 പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇത് ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ റിജക്ഷൻ, മാർക്കറ്റ് ഇത്ര വലിയ ബുള്ളിഷ് കാണുന്നു, ഭയങ്കര ബുള്ളിഷാണ്, 2 ബുള്ളിഷ് ക്യാൻഡിൽ, നമ്മൾ മാർക്കറ്റ് മേലോട്ട് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിലോ അങ്ങനെ സംഭവിക്കുമായിരുന്നു. നേരെ തിരിച്ച് താഴോട്ട് വന്നു, കിട്ടിയ കാശ് കൂടെ പോയി വെള്ളത്തിൽ പോയതിന്. ശരിയല്ലേ? പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറി, ഇത് മിഡ് ക്യാപ്പ് അല്ലേ? ഓക്കെ, എക്സ്പയറി അല്ല, പക്ഷേ എക്സ്പയറിയുടെ തലേ ദിവസം നാളെ അവധിയായുണ്ട്, ഡിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്തിനാ ടെൻഷൻ അടിച്ച് ഇത്രയും നോക്കിയിരിക്കണ്ടേ? നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം ടെൻഷൻ ഫ്രീ ആണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 11 മണിയാകുമ്പം ട്രേഡ് അവസാനിപ്പിച്ച് നമുക്ക് വേറെ പരിപാടിക്ക് പോകാം. രാവിലെ തൊട്ട് വൈകുന്നേരം 3:30 വരെ ഇതിൻ്റെ മുന്നിൽ കുത്തിയിരിക്കേണ്ട യാതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. 2 ട്രേഡ് എടുക്കുന്നു, 15 പോയിൻറ്റ് 10 പോയിൻറ്റ് കിട്ടിയാൽ 15 പോയിൻറ്റ് കിട്ടി കഴിഞ്ഞാൽ സുഖം സ്വസ്ഥം, വേറെ പരിപാടി നോക്കുന്ന കാര്യമില്ല. അല്ലാതെ അവസാനം വരെ ടെൻഷൻ അടിച്ച് ഭക്ഷണം കഴിക്കാതെ ആൾക്കാരെ തെറി വിളിച്ച് ഈത്തയും വിളിച്ച് നോക്കിയിരുന്ന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞങ്ങൾ ആണെങ്കിൽ സാധാരണ രീതിയിൽ മിക്ക ദിവസങ്ങളിലും 10 മണി 11 മണിയാകുമ്പം പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓരോ പരിപാടിക്ക് ഇറങ്ങിപ്പോകും. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അവസാനം വരെ ചിലപ്പോൾ നോക്കിയിരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ SL അടിച്ച് പരിപാടി നിർത്തി. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 3 ട്രേഡിൽ നിർത്താൻ നോക്കുക. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റും സെക്കൻഡ് ട്രേഡും പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ പരിപാടി നിർത്താൻ ശ്രമിക്കുക. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ്, സെക്കൻഡ് ട്രേഡ് ലോസും ആണെന്നുണ്ടെങ്കിൽ 3ാമത് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡ് ലോസ് ആണെങ്കിൽ സെക്കൻഡ് ട്രേഡ് നിങ്ങൾക്ക് ചെയ്ത് അത് ലോസ് ആണെങ്കിൽ അന്ന് നിർത്തുക. അല്ല സെക്കൻഡ് ട്രേഡ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ 3ാമത് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ട്രൈ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ന്യായമായി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പൈസ എടുത്ത്
നിങ്ങളങ്ങനെ ഒരു ശീലം വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, ബിഗിനേഴ്സ് ഇത് ശരിക്കും നിങ്ങൾ മനസ്സിരുത്തി കേട്ട് നിങ്ങളത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ റൈഡ് ചെയ്യാനുണ്ട്. എന്നോട് ചോദിക്കുക, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്യണ്ടേ, എന്നും കൊന്നും റൈഡ് ചെയ്യാൻ അവസരമുണ്ട്. ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് റൈഡ് ചെയ്യാനെന്ന് വെച്ചാൽ നിങ്ങൾ ഓക്കെ 15 പോയിന്റ് കഴിഞ്ഞു, ഇനി 30 പോയിന്റ് പിടിക്കണം. 30 പോയിന്റ് പിടിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? 15 പോയിന്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ബൈ പ്രൈസിൽ കൊണ്ടുപോയി നിങ്ങളുടെ അസല് വെക്കണം. നിങ്ങളുടെ അസല് കൊണ്ടുപോയി ബൈ പ്രൈസിൽ വെക്കണം, മാർക്കറ്റിനെ വിട്ടേക്കണം. എങ്ങോട്ട് വേണേൽ പൊക്കോട്ടെ. നഷ്ടമൊന്നും സംഭവിക്കാനില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ട്രേഡിന് നഷ്ടം സംഭവിക്കാനില്ല. കിട്ടിയാൽ നല്ല റൈഡ് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അവിടെ തന്നെ കിടക്കും, ഒന്നും സംഭവിക്കത്തില്ല. ബ്രോക്കറിന് കൊടുക്കേണ്ട കാശ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരു 5 പ്രാവശ്യം ചെയ്യുമ്പം 3 പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അത് സെക്കൻഡ് സ്റ്റേജാണ്, ഇപ്പോഴല്ല, അത് സെക്കൻഡ് സ്റ്റേജാണ്. അപ്പം നിങ്ങൾ ആദ്യം ശീലിക്കുക, ഇങ്ങനെ ന്യായമായിട്ടുള്ളത് വാങ്ങിച്ച് വീട്ടിൽ പോകാൻ ആദ്യം ശീലിക്കുക. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് വരും. ആ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാം. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി നീണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്ത ട്രേഡിംഗ് സെഷൻ മുതൽ നിങ്ങളിത് പരിശീലിക്കുക. 15 പോയിൻ്റ് ന്യായമായി കിട്ടാൻ. ഈ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 പോയിൻ്റൊക്കെ നമുക്ക് നോക്കാം, പെട്ടെന്ന് മൂവ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് ഒരു 20 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് 20 പോയിൻ്റ് 25 പോയിൻ്റോ നിങ്ങൾക്ക് നോക്കാം നിഫ്റ്റിയിൽ. മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ 10 പോയിൻ്റ് 15 പോയിൻ്റ്, അതിനപ്പുറം വേറെ ഒരു പരിപാടിയില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിത് ശീലിക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റുകളും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിൻ്റെ താഴെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെവലുകളൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ലൈഫ് ആശംസിക്കുന്നു. താങ്ക് യു.